ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി ക്ലബ് അൽ നസറിലേക്ക് ചേക്കേറിയപ്പോൾ ഫുട്ബോൾ ലോകത്തുണ്ടായ കൊടുങ്കാറ്റ് വളരെ വലുതായിരുന്നു. റൊണാൾഡോയുടെ പാത പിന്തുടർന്ന് നിരവധി താരങ്ങൾ സൗദി ക്ലബ്ബുകളിലെത്തി. PSG വിട്ട് നെയ്മർ ജൂനിയർ അൽ ഹിലാലിലെത്തിയതായിരുന്നു ഇതിൽ പ്രധാനം. ലോകത്തിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന താരങ്ങളിൽ ഒരാളായാണ് നെയ്മർ അൽ ഹിലാലിലെത്തിയത്. ബ്രസീലിയൻ ക്ലബ് സാന്റോസിന്റെ യുവതാരമായിരുന്ന നെയ്മർ FC ബാഴ്സലോണയിലൂടെയാണ് യൂറോപ്യൻ ഫുട്ബോളിലെത്തിയത്. മെസ്സി, സുവാരസ് എന്നിവർക്കൊപ്പം എല്ലാ കിരീടങ്ങളും നേടിയ നെയ്മർ ലോക റെക്കോർഡ് പ്രതിഫലത്തിന് PSG ചേക്കേറി. നെയ്മർ ബാഴ്സയിൽ എത്തും മുന്നേ ജർമ്മൻ ക്ലബ് ബയൺ മ്യൂണിക്കുമായി കരാറിലെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. നെയ്മറിനെ ജർമ്മൻ ക്ലബ്ബിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അത് ചില കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണെന്നും ബയണിന്റെ മുൻ സ്കൗട്ടായിരുന്ന എൽബർ ജിയോവാനി ഡിസൂസ വെളിപ്പെടുത്തുന്നു. ലാറ്റിൻ അമേരിക്കയിൽ ബയണിനായി താരങ്ങളെ കണ്ടെത്തുന്ന സ്കൗട്ടായിരുന്നു എൽബർ ജിയോവാനി ഡിസൂസ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ബയണിന്റെ സ്കൗട്ടായിരുന്ന സമയത്താണ് ഞാൻ സാവോ പോളോ കപ്പ് കാണാൻ പോയത്. 15-16 വയസ്സുള്ള ഒരു താരമെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. തന്നെക്കാൾ പ്രായമുള്ളവരെ അവൻ പന്തുകൊണ്ട് വട്ടം കറക്കി. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു അവൻ്റേത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ആ താരത്തിന്റെ പേര് നെയ്മർ ജൂനിയർ ആണെന്ന് വ്യക്തമായത്. നെയ്മർ ഭാവിയിലെ സൂപ്പർ താരമാവുമെന്ന് അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. ഇക്കാര്യം താൻ ബയൺ മാനേജ്മെന്റിനെ അറിയിച്ചു. ഈ സമയത്ത് നെയ്മർ 30,000 യൂറോ പ്രതിഫലം വാങ്ങുന്നുണ്ടായിരുന്നു. 15-കാരനായ ഒരു താരത്തിന് ഇത്ര വലിയ തുക മുടക്കേണ്ട എന്നായിരുന്നു ബയൺ മാനേജ്മെന്റിന്റെ തീരുമാനം. മാത്രമല്ല, ഇത്ര വലിയൊരു താരം ടീമിലെത്തിയാൽ കളത്തിനകത്തും പുറത്തും ഒരുക്കേണ്ട പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ടീം മാനേജ്മെന്റിന് താല്പര്യമില്ലായിരുന്നു. ഇതോടെയാണ് നെയ്മർ ബയണിലെത്താനുള്ള വഴിയടഞ്ഞതെന്നാണ് എൽബർ ജിയോവാനി ഡിസൂസ വെളിപ്പെടുത്തിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.